ഇവിടെയും വെള്ളം കിടപ്പുണ്ട്. പിന്നെ ഇതെല്ലാം ഓപ്പൺ ബാർ, ഈ സൈഡിൽ കൂടെ കാണുന്നതെല്ലാം അകലെയുള്ള സ്ഥലത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് ഇരിക്കുന്നിടത്തിരുന്ന് കാണാനായിട്ടൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ടാലൻറ്റും ടെക്നോളജിയും കൂടെ യൂസ് ചെയ്താൽ 100% വെള്ളം കിട്ടും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ US ജർമ്മൻ മെഷീൻ ഉപയോഗിച്ചാണ് കാണുന്നത്. അതായത് 2000 അടി വരെ താഴ്ചയിൽ സ്കാൻ ചെയ്യുക ചെയ്യുന്നത്. ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിലും അരക്കുപ്പി വെള്ളം ഉണ്ടെങ്കിലും കാക്കുപ്പി വെള്ളം ഉണ്ടെങ്കിലും ഫൈൻഡർ കറങ്ങും. സ്കാൻ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ പാറയുടെ സ്ട്രക്ചറും വെള്ളത്തിൻ്റെ ലഭ്യതയും, അത് എത്ര അടി നിർത്തണം, എത്ര അടിയിൽ വെള്ളം കാണും, എത്ര സോഴ്സ് ഉണ്ട്, ഈ കാര്യം പറയും. ഇപ്പം ഞാനൊരു 100 കുഴൽക്കിണറും ഓപ്പണും കൂടെ ചെയ്തിട്ടുണ്ട്. 99% സക്സസ് ആയിട്ടുണ്ട്. ഹായ്, നമസ്കാരം. നിങ്ങൾ ഈ വേനൽക്കാലത്ത് ഒരു ബോർവെൽ അടിക്കാൻ ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ ആദ്യം അവസാനം കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു പക്ഷേ പണലാഭവും അതുപോലെ തന്നെ സമയലാഭവും ശുദ്ധമായ ജലവും ലഭിക്കും. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കുഴൽക്കിണറിന് സ്ഥാനം കാണുന്ന ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, റീബ എന്നൊരു വീട്ടമ്മയെ. എന്തായാലും അധികം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ കുഴൽക്കിണറിന് സ്ഥാനം കാണുന്ന രീതി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം. 2 കുഴൽക്കിണർ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വീട്ടമ്മ വന്ന് സ്ഥാനം കാണുന്നുണ്ട്. നമ്മൾ ആ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ഈ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. കണ്ടോ, ഈ കവുങ്ങിൻ്റെ നേരെ താഴോട്ടാ. ഇവിടെയും വെള്ളം കിടപ്പുണ്ട്. നമുക്ക് ആ പാറയുടെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് കിട്ടിയാലോ വെള്ളം കിട്ടുള്ളൂ. ഞാൻ ഒരു കൃഷിയുടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരട്ടയാർ ഭാഗത്ത് എത്തുമ്പോഴാണ് ആ ഒരു പ്രദേശത്താകെ മൊത്തം ജലത്തിന് നല്ല ദൗർലഭ്യമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ ഈ ബോർവെൽ അടിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനം കാണാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ചേച്ചിയെ പരിചയപ്പെടുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം ചോദിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താവും. എൻ്റെ പേര് റീബ ടോംസൺ, സ്ഥലം പാല. ഞാൻ ഫ്ലൈറ്റ് ഡിസ്പാച്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. BSc കമ്പ്യൂട്ടറും മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഡിസ്പാച്ചറായിട്ട് ജോലി ചെയ്തു. പിന്നെ വിവാഹത്തിന് ശേഷം ഞാൻ പോയില്ല. എൻ്റെ ചെറുപ്പം മുതലേ കിണറിന് സ്ഥാനം കാണുന്നതൊക്കെ ഒത്തിരി ഒരു താല്പര്യത്തോടെ നോക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അകലെയുള്ള സ്ഥലത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് ഇരിക്കുന്നിടത്തിരുന്ന് കാണാനായിട്ടൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്ത് 100% ടാലൻറ്റും ടെക്നോളജിയും കൂടെ യൂസ് ചെയ്താൽ 100% വെള്ളം കിട്ടും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഇപ്പം ഞാൻ പാലായിലിരുന്നാൽ ഒരു ഭൂമിയെ പറ്റി ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏത് ഭാഗത്താണ്, വടക്കാണോ തെക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ വെള്ളം കിടക്കുന്നത്, അല്ലെങ്കിൽ നടുക്കാണോ, അത് ഏത് ഭാഗത്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സിദ്ധി ഉള്ളത് കൊണ്ട് എനിക്കിപ്പം 10-50 ഏക്കറുള്ള ഒരു ഭൂമി ചെന്നാൽ ഞാൻ നേരെ ആ ഭാഗത്തേക്ക് പോകുള്ളൂ. അത് നമ്മുടെ ഒരു ബോഡിയുടെ പവറാണ്. ബോഡിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റുകയില്ല. പക്ഷേ ബോഡിക്കൊരു പവറുണ്ട്. പിന്നെ നമ്മൾ US ജർമ്മൻ മെഷീൻ ഉപയോഗിച്ചാണ് കാണുന്നത്. അതായത് 2000 അടി വരെ താഴ്ചയിൽ സ്കാൻ ചെയ്യുക ചെയ്യുന്നത്. ആദ്യം ഫൈൻഡർ ഉപയോഗിക്കും. വെള്ളത്തിൻ്റെ പ്രസൻസ് എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഫൈൻഡർ ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യും. അപ്പോൾ പാറയുടെ സ്ട്രക്ചർ അറിയാനായിട്ട് ഓപ്പൺ പാറയാണോ ക്ലോസ്ഡ് പാറയാണോ എത്ര അടി താക്കണം ഇതറിയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് പാറയ്ക്ക് അകത്താണെങ്കിലും ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊരിക്കലും പരമ്പരാഗത രീതി ചെയ്യുന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. നമ്മൾ യൂട്യൂബിൽ ഒത്തിരി കാണാറുണ്ട് ഫൈൻഡർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരവിടെ പറയും ഇതാണ് പോയിന്റ്, ഇവിടെ അടിച്ചോളാൻ പറയും. പക്ഷേങ്കിൽ വെള്ളം അതിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ഏരിയയാണ് ഫൈൻഡർ വെച്ച് കാണുന്നത്. ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിലും അരക്കുപ്പി വെള്ളം ഉണ്ടെങ്കിലും കാക്കുപ്പി വെള്ളം ഉണ്ടെങ്കിലും ഫൈൻഡർ കറങ്ങും. പക്ഷേങ്കിൽ അടിക്കുന്ന ആൾക്ക് വെള്ളം കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കുപ്പി വെള്ളം എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിക്കടി വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ഭൂമിക്കടിയിലേക്ക് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ പാറയുടെ സ്ട്രക്ചറും വെള്ളത്തിൻ്റെ ലഭ്യതയും അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രശ്നം വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ്. ഭൂമിക്കടിയിൽ ഗ്യാസ് വന്നാൽ നമ്മളൊരു ഗ്യാസ് കുറ്റിയുടെ മുകളിൽ മാല പിടിച്ചാലും അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഫൈൻഡർ വെച്ച് ചെയ്താലും ഇത് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ സ്കാൻ ചെയ്താലും അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് പാറയാണോ ഗ്യാസ് ആണോ, വെള്ളമുള്ള പാറയാണോ വെള്ളമില്ലാത്ത പാറയാണോ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് സ്കാൻ ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. ബോർവെൽ അടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര അടി താക്കണം എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അത് അടിക്കുന്നവർക്ക് നഷ്ടമാണ്. പരമ്പരാഗത രീതിയിലുള്ളവർ പറയും ഏകദേശം ഒരു കണക്കെന്ന് പറയും. പക്ഷേങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര അടി നിർത്തണം, എത്ര അടിയിൽ വെള്ളം കാണും, എത്ര സോഴ്സ് ഉണ്ട്, ഈ കാര്യം പറയും. അതുപോലെ ഓപ്പൺ പാറയാണോ ക്ലോസ്ഡ് പാറയാണോ എന്ന് പറയും. ഓപ്പൺ ആണെങ്കിൽ അടിച്ചാൽ വെള്ളം കിട്ടും, കിട്ടിക്കഴിഞ്ഞൊരു നിശ്ചിത പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അത് ഒഴുകിപ്പോകും. ക്ലോസ്ഡ് പാറയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് കിടക്കും, അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വെള്ളം എടുക്കാൻ പറ്റും. സ്കാനറിൽ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ആ കളർ കോഡ് കിട്ടും, പിന്നെ ഗ്രാഫ് കിട്ടും, 3D പിക്ചർ കിട്ടുന്നുണ്ട്, പിന്നെ വന്നിട്ട് പാറയുടെ പൊറോസിറ്റി, ബൾക്ക് ഡെൻസിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോഴ്സ് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിൽ 70% എന്ന് പറയും. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 80-85% എന്ന് പറയും. പിന്നെ ചില ഏരിയകളിൽ വ്യത്യാസമുണ്ട് പാറയും സ്ട്രക്ചറും എല്ലാം. ചിലയിടത്ത് ഡ്രൈ ലാൻഡ് ഉണ്ട്. ഡ്രൈ ലാൻഡിൽ ഫൈൻഡർ പിടിക്കും. ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ പോലും പാറ നല്ല ഡെൻസായിരിക്കും. പക്ഷേ കുഴിച്ചു കഴിയുമ്പം വെള്ളം വരാൻ സാധ്യത വളരെ കുറവാണ്. അത് ആ പാറയുടെ ഒരു കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ സ്ഥാനനോട്ടക്കാരൻ്റെ കുഴപ്പമൊന്നുമല്ല. ആ പാറ അങ്ങനത്തെ ഒരു പ്രത്യേക പാറയാണ്. വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള കപ്പാസിറ്റി കാണില്ല. പക്ഷേങ്കിൽ വേറെ ചില ഏരിയകളിൽ പാറ സോഫ്റ്റ് ആയിരിക്കും, അത് വെള്ളം ഹോൾഡ് ചെയ്യും, അതുപോലെ തന്നെ അത് വെളിയിലേക്ക് ഒഴുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഏരിയ പെട്ടെന്ന് വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാനൊരു 10-100 കുഴൽക്കിണറും ഓപ്പണും കൂടെ ചെയ്തിട്ടുണ്ട്. 99% സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആകാത്ത കേസിനെ പറ്റി ഞങ്ങൾ സ്റ്റഡി നടത്താറുണ്ട്. ഞാനും ജിയോളജി പഠിച്ചാണ്. ജിയോളജിസ്റ്റുകളുമായിട്ട് ഞങ്ങൾ ഓരോ കേസിനെ പറ്റിയും സ്റ്റഡി നടത്തുമ്പം അവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോർവെൽ അടിക്കുമ്പോൾ ആരും സ്പിരിറ്റ് ലെവൽ നോക്കാറില്ല. സ്പിരിറ്റ് ലെവൽ മുകളിൽ മാത്രം നോക്കും. പക്ഷേ അടിയിലേക്കുള്ള സ്പിരിറ്റ് ലെവൽ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുഴലടിക്കുമ്പോൾ. മുകളിൽ 1 മില്ലിമീറ്റർ മാറിയാൽ അടി മീറ്റർ കണക്കിന് മാറിക്കൊണ്ടിരിക്കും സ്പിരിറ്റിൽ. അപ്പം ടോട്ടൽ വ്യത്യാസം വരിക ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടാതെ വരും. തീർച്ചയായും നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കണ്ട സ്ഥാനം എത്രത്തോളം സത്യമാണ്, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ, ഈ എത്ര അളവിലാണ് പാറയുള്ളത്, ഏത് അളവിലാണ് വെള്ളം കാണാൻ പോകുന്നത്, അവിടെ വെള്ളം ഉണ്ടാകുമോ ഇല്ലയോ, ഈ കാര്യങ്ങളാണ്. നമ്മൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ബോർവെൽ അടിക്കുന്നിടത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴൽക്കിണർ അടിച്ചു. പാലായിൽ നിന്ന് ആൾക്കാർ വന്ന് സാധനം കണ്ടു, അടിച്ചു, വെള്ളം കിട്ടി. ദൈവം സഹായിച്ച് ഒരു കുഴപ്പവുമില്ല, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ പ്രദേശം വെള്ളത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വെള്ളം കിട്ടി, എനിക്ക് വെള്ളം കിട്ടി. അതായത് ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പേര് വന്ന് ബോർവെൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ വലിയ രീതിയിൽ വെള്ളം അങ്ങനെ കിട്ടിയിട്ടില്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാനം കാണുകയും ഇങ്ങനെ ഒരു ബോർവെൽ അടിക്കുകയും ഈ അപ്പച്ചനായിരുന്നു എൻ്റെ ഈ കൃഷിയിടത്തിൻ്റെ ആൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോർവെലിനകത്ത് അപ്പച്ചനൊരു കല്ലിട്ട് കാണിക്കാൻ പോകണം. നമുക്കൊരു ഗ്ലും വന്നൊരു ഒച്ച കേൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആയാലും ഇതിനകത്തൊന്ന് കല്ലിടാം. എൻ്റെ പേര് സിബിൾ എന്നാണ്. ഞാൻ ഇരട്ടയാറ് നോർത്തിൽ കുറച്ച് സ്ഥലം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഇവിടെ പലരും കുഴലൊക്കെ അടിച്ചിട്ടാണെങ്കിലും വെള്ളമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്ത് വഴി പാലായിലുള്ള ടോം സാറിനെ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ച്. അങ്ങനെ അവർ വന്നു നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്കുള്ള ആ ഒരു നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു. നമ്മളതനുസരിച്ച് നമ്മൾ കുഴലടിച്ചു. അവർ പറഞ്ഞതിൽ നേരത്തെ തന്നെ നമുക്ക് വെള്ളം കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് 250 പറഞ്ഞു. നമുക്ക് ഒരു 170 തൊട്ട് തന്നെ നമുക്ക് ജലത്തിൻ്റെ ലഭ്യത കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പാലായിലുള്ള ടോംസൺ റീബ എന്ന ഈ ദമ്പതികൾ ഇന്ന് കേരളത്തിലുള്ള പല ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. കാരണം കുഴൽക്കിണറിന്റെ ആവശ്യകത നമ്മുടെ ഇടയിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് സാങ്കേതിക വിദ്യ ഈ മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാണ്. ഒരു കുഴൽക്കിണറിനായി നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങൾ പൊട്ടിക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന കാര്യം സാധാരണക്കാരന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഇവിടെയാണ് ഈ വീട്ടമ്മ നമുക്കൊരു ശരിയായ മാർഗരേഖയാവുന്നത്. ജന്മസിദ്ധമായ തന്റെ കഴിവും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ച് 100% ഉറപ്പിൽ റീബ ഓരോ ഭൂമിയിലും കിണറിന് സ്ഥാനം കണ്ടെത്തി ജലം ഉറപ്പാക്കി നൽകുന്നു. അതിനായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ മറ്റാരും ഉപയോഗിക്കാത്ത ജപ്പാൻ സാങ്കേതിക വിദ്യയിലുള്ള അത്യാധുനിക മെഷീനറികളുമാണ്. മനുഷ്യ ശരീരത്തിൽ CT സ്കാൻ നടത്തി ഫലം ലഭിക്കുന്നത് പോലെ ഈ മെഷീൻ ഉപയോഗിച്ച് 2000 അടി താഴ്ചയിൽ വരെ ഭൂമിയുടെ ഘടന സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൂടെ ആളുകളെ കാണിച്ച് മനസ്സിലാക്കി നൽകുന്നു. ഈ സ്ഥാനനിർണയ പ്രക്രിയയ്ക്ക് അവർ ചിലവിടുന്ന സമയമാണ് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണയായി ഒരാൾ സ്ഥാനം കാണാൻ കൂടിയാൽ 1 മണിക്കൂർ എടുക്കുമ്പോൾ 4 മുതൽ 5 മണിക്കൂർ വരെ എടുത്താണ് ഇവർ ഈ സ്കാനിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നത്. റീബയ്ക്ക് ജന്മന സമ്മാനമായി കിട്ടിയ ഒരു സിദ്ധിയാണ് ഭൂമിയിൽ എവിടെ ജലമുണ്ടെങ്കിലും അത് തിരിച്ചറിയാനുള്ള ഈ കഴിവ്. എന്നാൽ അത് തന്റെ പ്രൊഫഷനായി മാറുമെന്ന് ഈ വീട്ടമ്മ ഒരിക്കലും കരുതിയില്ല. വളരെ യാദൃശ്ചികമായി ഈ മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി ജിയോളജി വകുപ്പുമായി ചേർന്ന് ഇവർ കൂടുതലായി ഇതിനെപ്പറ്റി പഠിച്ചു. അങ്ങനെയാണ് മെഷീനറികളുടെ സഹായത്തോടെ കിണറിന് സ്ഥാനം കാണാനായി റീബ ഇറങ്ങിത്തിരിക്കുന്നത്. എത്തിയിടത്തെല്ലാം 100% ഉറപ്പിച്ച ഫലങ്ങൾ ലഭിച്ചതോടെ കേട്ടറിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവരെ വിളിച്ചു തുടങ്ങി. എന്നാൽ എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല എന്നൊരു സങ്കടമാണ് റീബയ്ക്ക് ഇപ്പോൾ ഉള്ളത്.